കരിവെള്ളൂരിൽ വനിതാ പോലീസുകാരിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവ് രാജേഷ് കണ്ണൂർ പുതിയ തെരുവിലെ ബാറിൽ നിന്ന് പിടിയിലായി. സജോ ദേവസിയുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജോ, എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ തുടർ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ, ഇന്ന് വൈകിട്ട് 5:30 ഈ ദാരുണമായ സംഭവം കരിവെള്ളൂർ പലിയേരിയിൽ അരങ്ങേറിയത്. ദിവ്യശ്രീയും ഭർത്താവ് രാജേഷും ഏറെ നാളായി അകന്നു കഴിയുകയാണ്. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ആണ് ദിവ്യശ്രീ. ദിവ്യശ്രീക്ക് പമ്പയിൽ തീർത്ഥാടന ഡ്യൂട്ടിയുണ്ട്, പമ്പയിലും നിലയ്ക്കലുമായി. അതിനുവേണ്ടി നാളെ പോകേണ്ടതാണ്. ഏറെക്കാലമായി ഇരുവരും അകന്നു കഴിയുകയാണ്. ഇതിനിടെയാണ് കരിവെള്ളൂർ പെരളം സ്വദേശിയായ രാജേഷ് ഇന്ന് വൈകിട്ടോടുകൂടിയും ദിവ്യശ്രീയുടെ വീട്ടിലേക്ക്, പലിയേരിയിലെ വീട്ടിലേക്ക് എത്തി സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. സംസാരിക്കണമെന്ന വ്യാജേനയാണ് ഇയാൾ എത്തിയത്. പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് പലതവണ വെട്ടുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ദിവ്യശ്രീയുടെ പിതാവ് വാസു തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹത്തിനും പരിക്കേറ്റു. പിന്നാലെ നിലവിളി ശബ്ദവും കേട്ട് നാട്ടുകാർ ഓടിയെത്തി. അങ്ങനെ നാട്ടുകാർ ഓടിയെത്തുന്നത് കണ്ട രാജേഷ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്ക് ഒരു ഓട്ടോറിക്ഷ സ്വന്തമായി ഉണ്ട്. ആ ഓട്ടോറിക്ഷയിൽ പിന്നീട് ഇയാൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പിന്നീട് കണ്ണൂർ നഗരത്തിലെ പുതിയ തെരുവിലെ ബാറിലേക്ക് എത്തുകയും അവിടെ മദ്യം ഓർഡർ ചെയ്യുകയും ഹോട്ടലിൽ തുടരുകയും ചെയ്തു. ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് സ്ഥലത്തേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വളവട്ടണം പോലീസ് പയ്യന്നൂർ പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ശരി, ചന്ദേര CPO ആയ ദിവ്യശ്രീയെ ഭർത്താവാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏതായാലും ഭർത്താവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.